ഷഫീദ, ഈ ചാലയിൽ മാത്രമാണോ വെള്ളക്കെട്ടതോ തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗങ്ങളിലും ഈ മഴ ശക്തമായി തുടരുന്നതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടോ? വേണു, ഈ മിനിഞ്ഞാന്ന് മുതലാണ് തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി ഏതാണ്ട് വൈകിട്ട് ഒരു 4 മണി മുതൽ രാത്രി അപ്പാടെ തിരുവനന്തപുരത്ത് കാര്യമായ മഴയുണ്ടായിരുന്നു. നഗര മലയോര തീരദേശ മേഖലകളിൽ കാര്യമായ മഴ ഉണ്ടായി. അത് ഈ ചാലയിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് മറ്റ് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുട്ടത്തറ അടക്കമുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. IT നഗരമായ കഴക്കൂട്ടത്തും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. കഴിഞ്ഞ തവണയും നമ്മൾ ഇതേ രീതിയിൽ, അതായത് ഇതേ സമയത്ത് കഴക്കൂട്ടത്ത് നിന്ന് അവിടുത്തെ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ചാലയിലും സമാനമായ രീതിയിൽ, ചാലയിൽ മുൻപ് കാര്യമായ രീതിയിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ചാലയിലെ പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ഈ ചാല കരമന റോഡ് അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ അത് പൂർത്തീകരിച്ചിട്ടുമില്ല, ശാസ്ത്രീയമായി ചെയ്തിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇത് ഇന്ന് രാവിലെ മുതലാണോ ഇതിങ്ങനെ ഇത്രയും വെള്ളം കയറുന്നത്? ഇന്നലെ തൊട്ടുണ്ടായത്. ഇന്നലെ വെള്ളം കയറി കടക്കാത്തെല്ലാം മൊത്തം വെള്ളമായിരുന്നു. ഇന്നലെ ഇപ്പം തൂത്തിറങ്ങി. ഇന്ന് രാവിലെ അതേപോലെ തന്നെ പെയ്തു. ഒരു തോർച്ചയില്ലാതെ വെള്ളം കയറിക്കൊണ്ടിരിക്കണം. അത് ഓട നിറഞ്ഞ് ഇങ്ങോട്ട് ഒഴുകുകയാണ്. ഇവിടെ ഈ റോഡ് പണി കാര്യമായി നടത്തിയിരുന്നു, പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. എല്ലാം അടഞ്ഞു കിടക്കുക. സകലം അത് പൂർത്തിയാക്കിയിട്ട് എല്ലാം അവിടെ പാതി നിർത്തി വെച്ചേക്കുക പണികളെല്ലാം. ഇപ്പം മൊത്തത്തിൽ അത് എല്ലാം കൂടെ എല്ലാ ഓടയും ബ്ലോക്കായി നിൽക്കുകയാണ്. ആ വെള്ളമാണ് ഇത്രയും കയറുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട്. ഇന്നലെ 8,000 രൂപ നഷ്ടം. ഇന്ന് 6,000. ഇന്നത്തെ ടിക്കറ്റാണ്. ഇത് ഇത്രയും വിറ്റ് തീർന്നില്ലെങ്കിൽ നഷ്ടമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമുണ്ട്. അതിന്റെ ഒരു ദൃശ്യം നമുക്ക് കാണാനും സാധിക്കും. അതായത് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വേണു, ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സ്മാർട്ട് സിറ്റി, അതിനും അപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള റോഡ് നിർമ്മാണങ്ങൾ നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് ഇത് പൂർത്തിയാക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. പലതവണ മേയർ ആര്യ രാജൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതിനും അപ്പുറത്തേക്ക് തൊട്ട് മുൻപ്, മിനിറ്റുകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്, ചാലയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ ഇങ്ങനെ നടന്നു വരവേ, വെള്ളത്തിൽ കൂടി നടന്നു വരവേ ഈ സ്ലാബ് ഇടാത്ത ഭാഗത്ത് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള അപകടങ്ങൾ അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഇത്തവണത്തെ മഴ മാറി. അതൊരു പക്ഷേ കാലവർഷത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ കെടുതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമുക്ക് ഓരോ കടകളുടെയും മുൻവശത്ത് കാണാൻ സാധിക്കും. ആളുകൾ ഈ സ്ലാബിന് മുകളിലൊക്കെ കയറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ രീതിയിലേക്ക് മഴയുടെ തീവ്രത തിരുവനന്തപുരത്ത് മാറി. അത് തിരുവനന്തപുരത്ത് ചാലയിൽ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായി. കാര്യക്ഷമമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വ്യാപാരികൾ വലയും, ആ സാധനം വാങ്ങാനെത്തുന്നവർ വലയും, അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ മനുഷ്യർ വലയും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ മഴ തലസ്ഥാനത്ത് തുടരുകയാണ്. അതിന്റെ ദുരിത കാഴ്ചകളാണ് ഷഫീദ റാവുത്തർ പങ്കുവയ്ക്കുന്നത്.